നമസ്കാരം, ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. നമ്മൾ വ്യാഴക്കൂറിൻ്റെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെയാണ് ഇനിയിപ്പം കർക്കിടക കൂറുകാരുടെ വ്യാഴമാറ്റത്തിൻ്റെ പറഞ്ഞു. അപ്പോൾ വ്യാഴമാറ്റം പോലെ നമ്മൾ കർക്കിടക കൂറുകാരുടെ രാഹുകേതു മാറ്റമാണ് പറയുന്നത്. രാഹുകേതു മാറ്റം എന്ന് പറയുമ്പം രാഹു പിന്നെ നിലവിൽ നിന്ന അവസ്ഥയിൽ നിന്ന് മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാഹുകേതു മാറ്റത്തിൽ ഏറ്റവും പിന്നെ ഗുണകരമല്ലാത്തൊരു മാറ്റം വരുന്നവരാണ് കർക്കിടക കൂറുകാർ. അതിൻ്റെ കാരണം വെച്ചാൽ കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് പൊതുവിൽ നമുക്കിപ്പം ഈ വ്യാഴം 12ലേക്ക് മറഞ്ഞു, അതൊരു അനിഷ്ടമാണ്. അതുപോലെ രാഹു മാറുന്നത് 8ലേക്കാണ്, അഷ്ടമത്തിൽ അത്ര നല്ലതല്ല. കേതു 2ലേക്ക് ധനസ്ഥാനത്തേക്ക് മാറുകയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യത്തിലും നമുക്ക് സമയം നന്നല്ല എന്നൊരു ബോധം ഉണ്ടാവുക. എന്നാൽ നമുക്ക് ശനി ദോഷം മാറി കിട്ടിയത് വലിയൊരു ആശ്വാസമാണ്. ശനി 9ലേക്ക് വന്നു. ശനി മാറ്റം വളരെ ഗുണകരമാണ്. നമ്മൾ അഷ്ടമശനി തീർന്നു കിട്ടി. അപ്പോൾ ഒരു കാര്യമുള്ളത്, അഷ്ടമശനി തീർന്നു കിട്ടിയെങ്കിലും രാഹുകേതു മാറ്റവും വ്യാഴമാറ്റവും നമ്മളെ സാരമായി ജീവിതത്തിൽ ബാധിക്കുമെന്നൊരു ബോധം ഉണ്ടാവണം. എന്ന് വിചാരിച്ചാൽ കഷ്ടകാലമൊന്നല്ല, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. കാരണം ഞാൻ മുൻപ് ചെയ്ത ചില വ്യാഴമാറ്റത്തിൻ്റെ വീഡിയോയിലൊക്കെ വൃശ്ചികക്കൂറുകാർ ധാരാളം കമൻ്റ് ഇട്ടൊക്കെ, ഇനി ഞങ്ങൾ രക്ഷപ്പെടൂലേ, ഞങ്ങളങ്ങ് അങ്ങ് പാതാളത്തിലേക്ക് പോകുമോ എന്നുള്ള രീതിയിൽ അരഞ്ഞുകൊണ്ട് ചോദിച്ചവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പം ശനിമാറ്റം നല്ലതാണെങ്കിലും വ്യാഴനും 12ൽ പോയി. ഇനിയിപ്പം രാഹുകേതുവും ഗുണമല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല, ശ്രദ്ധ പുലർത്തിയാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർപ്പൻ എപ്പോഴും 8ൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും, ചെറിയ അലർജി അല്ലെങ്കിൽ നാഡീ പ്രശ്നങ്ങൾ ഇതൊക്കെ വന്നാൽ വളരെ പെട്ടെന്ന് ഡോക്ടറെ കണ്ട് അപ്പോഴേ നമ്മൾ പ്രിക്കോഷൻ എടുത്താൽ ഒരു പ്രശ്നമില്ല. ഇതിനാണ് പറയുന്നത്, ജ്യോതിഷം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വഴികാട്ടിയാണ്. നമ്മൾ എന്താ പറയുക, നമ്മൾ ജാഗ്രതയും ശ്രദ്ധയും പുലർത്താനുള്ള ഗ്രഹങ്ങളുടെ ഒരു നമുക്ക് തരുന്നൊരു ഇൻഡിക്കേഷനാണ് ഈ ജ്യോതിഷം. അല്ലാതെ ആ ഗ്രഹങ്ങൾ നമ്മളെ ഒരു ദോഷവും ചെയ്യത്തില്ല. പഴയ ശത്രുക്കളൊക്കെ തലപൊക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, അതിനനുസരിച്ച് നമ്മൾ ജാഗ്രത പുലർത്തണം. അകന്നിരുന്ന് ശത്രു അടുക്കാൻ ശ്രമിച്ചാൽ നമ്മൾ കൂടുതൽ വിശ്വസിച്ച് അടുപ്പിക്കരുത്. ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് എന്നാൽ പിണക്കാതെ കൊണ്ടുപോവുക. പ്രധാനപ്പെട്ട എന്ത് തീരുമാനം എടുക്കാൻ വേണ്ടി വരുമ്പോഴും, അതായത് നമ്മൾ ഉദ്യോഗത്തിലാകട്ടെ അല്ലെങ്കിൽ ബിസിനസ്സിലാകട്ടെ, രാഷ്ട്രീയക്കാരോ പൊതുപ്രവർത്തകരോ ആവട്ടെ, നിങ്ങൾ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തീരുമാനം എടുക്കുക. ആ തീരുമാന വൈകല്യം വരരുത്. അത് ഒരു പ്രധാന കാര്യമാണ്. മറ്റൊന്ന്, ദാമ്പത്യപരമായിട്ട് നിങ്ങൾക്ക് ഈ സമയം നല്ലതാണ്. കുറച്ച് ദാമ്പത്യ സുഖം അനുഭവിക്കാൻ കഴിയും. അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഈ രാഹു 8ലൊക്കെ പോകുമ്പോൾ, ഒന്നാമത് വ്യാഴം കൂടെ 12ൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മൾ പറയില്ലേ, നമുക്ക് അനുയോജ്യമല്ലാത്ത ഈ, അതായത് പിന്നെ നിയമപരമല്ലാത്ത വഴികളിൽ വഴിവിട്ട രീതിയിലുള്ള ധനമോ സുഖസൗകര്യങ്ങളൊക്കെ നമ്മളെ തേടി വരാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ വളരെ കോഷ്യസ് ആവുക. അത് നമുക്ക് പേരുദോഷമോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ നിയമപ്രശ്നങ്ങളോ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് പ്രത്യേകിച്ചും സൗഹൃദങ്ങൾ വഴി, പുതിയ പുതിയ സൗഹൃദങ്ങൾ വഴിയൊക്കെ അത് വരാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന കൂട്ടുകെട്ടുകളിലൂടെ ലഹരി കൈകാര്യം ചെയ്യുന്നവരോ അങ്ങനെയൊക്കെ ഉള്ളവരോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും സമൂഹത്തിൽ വളരെ ഉന്നതിയിലും ഒക്കെ ഇടപെടുന്നവർ. കാരണം അങ്ങനെയുള്ള സാധ്യത ഈ രാഹുവിലൂടെ വരാം. രാഹുവും പിന്നെ ശനിയുമാണ് ഈ ലഹരികളുടെ ആൾ. അപ്പം രാഹു 8ൽ വരുമ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ കൂട്ടുകെട്ടൊക്കെ വരാം, ശ്രദ്ധിക്കണം. നമ്മുടെ പണ്ടുണ്ടായിരുന്ന പഴയ പൂർവ്വ സുഹൃത്തുക്കൾ, പൂർവ്വ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ നമ്മളെ പഴയ ക്ലാസ്മേറ്റ്സുമായിട്ടൊക്കെ വീണ്ടും മീറ്റ് ചെയ്യാനൊക്കെ സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് വഴി തെളിയും. ചിലവുകൾ ഭയങ്കരമായിട്ട് കൂടാൻ സാധ്യതയുണ്ട്. അവിടെ നിയന്ത്രിക്കുക. നമ്മൾ സമയം നല്ലതല്ലാത്തതുകൊണ്ട് നമ്മൾ അമിതമായി സാമ്പത്തിക വ്യയം വരാതെ സൂക്ഷിക്കുക. ചെറിയ ചെറിയ വീഴ്ച, മുറിവ്, സർജറി ഒന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വാഹനം കൈകാര്യം ചെയ്യുമ്പം വളരെ ശ്രദ്ധിക്കണം. അതായത് മുറിവ്, ചതവ്, വീഴ്ചയൊന്നും വരരുത്. അതുപോലെ തന്നെ അപകടങ്ങളിൽ നിങ്ങൾ വളരെ അപ്രതീക്ഷിതമായി
രക്ഷപ്പെടും, അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും. കാരണം ദൈവാധീനം വർദ്ധിപ്പിച്ചാൽ മതി. അതുപോലെ ധനപരമായ കാര്യങ്ങളിൽ വലിയ ബ്ലോക്ക് വരാതെ സൂക്ഷിക്കണം, ധനം നഷ്ടം വരാതിരിക്കാൻ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരുവിധം പ്രധാന കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധ വേണ്ട ഒരു കാലമാണ്. എന്നാൽ നിങ്ങൾക്ക് ശനി 9-ലായതുകൊണ്ട് കർമ്മപരമായിട്ട് വളരെ ഗുണം വരും. കാരണം പുതിയ പുതിയ ജോലി അല്ലെങ്കിൽ ജോലിയിൽ മാറ്റം, ജോലിപരമായിട്ട് നിങ്ങൾക്ക് ഒരു ഇഷ്ടപ്പെട്ട ട്രാൻസ്ഫറോ അതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം മൊത്തത്തിൽ നമുക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വളരെ ശ്രദ്ധ പുലർത്തേണ്ട ഒരു കാലമാണെന്നൊരു ബോധം വേണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവാധീനം വർദ്ധിപ്പിച്ചാൽ, പ്രത്യേകിച്ച് രാഹുകേതുക്കളെയും അതുപോലെ തന്നെ ഗണപതിയെയും പ്രാർത്ഥിച്ച് ആശ്രയിച്ച് വന്നാൽ വലിയ ദോഷങ്ങൾ വരില്ല. നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഈ വീഡിയോയുടെ താഴെ എൻ്റെ ഫോൺ നമ്പറുണ്ട്, വാട്സപ്പ് നമ്പറാണ്. നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൺസൾട്ടിങ് ആവശ്യമുണ്ടെങ്കിൽ, ഇതെല്ലാം ചാരവശാലാണെങ്കിലും നമ്മളെ ജാതകമാണ്, സ്വന്തം ജാതകമാണ് കൂടുതൽ തീരുമാനിക്കുന്നത്. അതനുസരിച്ച് നമ്മുടെ ദശാപകാരങ്ങളനുസരിച്ചാണ് നമുക്ക് ഗുണദോഷം കൂടുതൽ തീരുമാനിക്കുന്നത്. അങ്ങനെ വേണ്ടി വന്നാൽ നിങ്ങൾ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇടൂ. ചിലപ്പോൾ കൺസൾട്ടിങ്ങിന് എനിക്ക് ഇപ്പോൾ കുറച്ച് തിരക്കുള്ളതുകൊണ്ട് ഒരാഴ്ചയോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. അതിലെന്നോട് ക്ഷമിക്കണം. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ഭഗവാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, എൻ്റെ പ്രാർത്ഥനയുണ്ട്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നല്ലത് വരട്ടെ. രാഹുകേതുക്കൾ സാധാരണ മാറിയാൽ 18 മാസം പിന്നെ അതിൻ്റെ ഫലം നിൽക്കും. അതായത് 1.5 വർഷത്തെ മാറ്റമാണ് രാഹുകേതുക്കൾക്കുള്ളത്. രാഹുകേതുക്കളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ടുപേരും രാഹുവും കേതു തമോ ഗ്രഹങ്ങളെന്ന് പറയും. അതായത് അവർ പുറകോട്ടാണ് സഞ്ചരിക്കുന്നത്, മുന്നോട്ടല്ല. രണ്ട് സൂര്യനെയും ചന്ദ്രനെയും പോലും ഗ്രഹണം ചെയ്ത് ബാധിക്കാൻ പറ്റുന്ന, അവരെ പൊതിയാൻ പറ്റുന്നൊരു ഗ്രഹങ്ങളാണ് രാഹുകേതുക്കൾ. അതായത് നമുക്ക് അറിയാം, നമ്മുടെയൊക്കെ ജാതകത്തിൽ പൂർവ്വജന്മ ദോഷമായിട്ട് വരുന്നതിൽ പ്രധാനപ്പെട്ടൊരു ദോഷമാണ് കാളസർപ്പയോഗം. അത് ഇതുപോലെ ഗ്രഹണമാണ്. അതുപോലെ പിന്നെ ഒരു ജാതകത്തിൽ, അത് ജാതകാലായാലും ചാരവശാലായാലും വരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദോഷങ്ങളെന്ന് പറയുന്നത് ശനി ദോഷമല്ല, അതിനേക്കാൾ കാഠിന്യമാണ് രാഹുകേതു ദോഷം, പിന്നെ ഗുളിക ദോഷം. അപ്പോൾ സാധാരണ ഒരു ജാതകം നമ്മൾ പരിശോധിക്കുമ്പോൾ പോലും അതിൽ നമ്മൾ പൂർവ്വജന്മദോഷം അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള കുടുംബപരമായ ദോഷം ചിന്തിക്കുമ്പോൾ നമ്മൾ അനുഭവ ഗുണത്തെ കുറയ്ക്കുന്ന ഏറ്റവും പ്രധാന 3 ദോഷങ്ങളെന്ന് പറയുന്നത്, ഒന്ന് രാഹുകേതു ദോഷം, ഗുളിക ദോഷം, പിന്നെ വ്യാഴ പിഴവ്. ഇതിൽ നമ്മൾ ഇന്നിപ്പോൾ രാഹുകേതു മാറ്റത്തെക്കുറിച്ച് ചാരവശാലുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ രാഹു നിൽക്കുന്നത് നമുക്കെല്ലാം അറിയാം, ശനിയോടൊപ്പം മീനത്തിലാണ്. അപ്പോൾ പുറകോട്ടായതുകൊണ്ട് ഇദ്ദേഹം കുംഭത്തിലേക്കാണ് മാറുന്നത്. അതുപോലെ കേതു നിൽക്കുന്നത്, എവിടെയാണോ രാഹു നിൽക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും കേതു നിൽക്കുന്നത്. അപ്പോൾ കന്നിയിലാണ് കേതു നിൽക്കുന്നത്. കന്നിയിൽ നിന്ന് നേരെ പുറകിലോട്ടാണ് ഇദ്ദേഹം മാറുന്നത്, അതുകൊണ്ട് ചിങ്ങക്കൂറിലേക്ക് മാറും. അപ്പോൾ രാഹുവും കേതുവും 18-ാം തീയതി മാറിയാൽ, രാഹു കേതുക്കളെ നമ്മൾ ഒരുപാട് ദോഷം മാത്രം ചിന്തിക്കേണ്ട, ഒരുപാട് കാര്യങ്ങൾക്ക് ഗുണമാണ്. അതായത് വിവാഹം, പ്രണയം, നമ്മുടെ ദാമ്പത്യം, വിദേശം, അനവധി ഭാഷകളും പഠനവും, ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് രാഹുകേതുക്കൾ. കേതുവിനെ സംബന്ധിച്ച്, കേതുവിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേതു ഉള്ള കാലത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുറിവ്, ചതവ്, ഒടിവ്, സർജറി, ചെറിയ ചെറിയ വീഴ്ചകൾ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ രാഹുകേതുക്കൾ അനിഷ്ടമാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം, നമ്മൾ സാഹസികമായ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, പ്രത്യേകിച്ചും കേതുവിൻ്റെ കാര്യത്തിൽ. രാഹുവിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അലർജി അതുപോലുള്ള കാര്യങ്ങൾ വരാതെ, നാഡീ സംബന്ധമായിട്ട് ന്യൂറോ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ വരാനും സൂക്ഷിക്കുക. ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി.